നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് കളിക്കാരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ എപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ 5 മത്സരങ്ങളുടെ 2020 പരമ്പര കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വലിയ മാറ്റങ്ങളോടെയുള്ള ഒരു പുതിയ സ്ക്വാഡിനെയാണ് BCCI സിംബാബ്വെ പര്യടനത്തിനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം തുടങ്ങാനിരിക്കുന്ന പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപിച്ചപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും നിരാശപ്പെടുത്തിയതുമായ വാർത്ത മലയാളി താരം സഞ്ജു സാംസൺ ടീമിലില്ല എന്നതാണ്. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടീമിൽ നിന്ന് മാറി നിന്നതിനു പിന്നാലെ ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്ന സഞ്ജു സാംസണും ടീമിന് പുറത്തായിരിക്കുന്നത് ആരാധകർക്ക് വലിയ അത്ഭുതമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ മാസം 23 മുതൽ ഹരാരയിൽ ആരംഭിക്കുന്ന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താതിരുന്നതിനെ കുറിച്ച് BCCI കൃത്യമായ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും ഇത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഈ മാസം 23-ാം തീയതിയാണ് സിംബാബ്വെ പരമ്പരയിലെ ആദ്യ പോരാട്ടം നടക്കുന്നത്. തുടർന്ന് 25, 26 തീയതികളിൽ ഹരാരയിലെ ഇതേ വേദിയിൽ തന്നെയാണ് അടുത്ത മത്സരങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തുടർച്ചയായി മത്സരങ്ങൾ നടക്കുന്നു എന്ന പ്രത്യേകതയും ഈ പരമ്പരയ്ക്കുണ്ട്. ഇംഗ്ലീഷ് പര്യടനത്തിലുള്ള നിലവിലെ സംഘത്തിലെ സഞ്ജു സാംസൺ അടക്കം 7 പ്രമുഖ കളിക്കാർ പുതിയ ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല. തുടർച്ചയായ മത്സരങ്ങൾ കളിക്കുന്ന കളിക്കാർക്ക് ജോലിഭാരം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ വിശ്രമമായിരിക്കാം ഇതെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എങ്കിലും ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും വരാത്തതിനാൽ ആരാധകർക്കിടയിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. യുവതാരങ്ങൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര മത്സരം പരിചയം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് BCCI ഈ പര്യടനത്തെ കാണുന്നതെന്ന് സ്ക്വാഡ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ പര്യടനത്തിൽ ആദ്യ 2020 മത്സരത്തിൽ മാത്രം കളിച്ച ശേഷം ബെഞ്ചിലിരിക്കേണ്ടി വന്ന സഞ്ജു സാംസണെ സിംബാബ്വെ ടൂറിലേക്ക് ഉറപ്പായും പരിഗണിക്കുമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന അഭിപ്രായം ശക്തമായിരുന്നു. എന്നാൽ സെലക്ടർമാർ സഞ്ജുവിന് പകരം മറ്റൊരു യുവ വലംകയ്യൻ ഓപ്പണിംഗ് ബാറ്ററായ പ്രഭ്സിമ്രൻ സിംഗിനെയാണ് ടീമിലേക്ക് തിരഞ്ഞെടുത്തത്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ് ടീമിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമാണ് പ്രഭ്സിമ്രൻ സിംഗ്. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും ആക്രമണകാരിയായ ബാറ്റിംഗ് ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യരുടെ നായകത്വത്തിന് കീഴിൽ കളിക്കുമ്പോൾ പ്രഭ്സിമ്രൻ പ്ലേയിങ് 11-ൽ കൃത്യമായ ഒരു റോൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സഞ്ജുവിന് ലഭിക്കേണ്ടിയിരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന സ്ഥാനം ഇതോടെ പ്രഭ്സിമ്രന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിംബാബ്വെ പര്യടനത്തിനുള്ള ടീമിൽ കൗമാര ബാറ്റിംഗ് സെൻസേഷനായ വൈഭവ് സൂര്യവംശി തന്റെ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ടെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇംഗ്ലണ്ട് പരമ്പരയിൽ വലിയ സ്കോറുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ 15 വയസ്സുകാരന്റെ പ്രതിഭയിൽ മാനേജ്മെന്റിന് വലിയ വിശ്വാസമുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകി വളർത്തിയെടുക്കാനാണ് കോച്ചും സെലക്ടർമാരും ആഗ്രഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ഫിനിഷറായ റിങ്കു സിംഗിനെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. കളി അവസാന ഓവറുകളിൽ വേഗത്തിൽ ഫിനിഷ് ചെയ്യാനുള്ള റിങ്കുവിന്റെ കഴിവ് മുൻപും ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ളതാണ്. മധ്യനിരയിൽ റിങ്കുവിന്റെ സാന്നിധ്യം ടീമിന്റെ ബാറ്റിംഗിന് വലിയൊരു ആശ്വാസമായിരിക്കും. ബൌളിംഗ് നിരയിലെ വലിയ അഴിച്ചുപണി ഇംഗ്ലീഷ് പര്യടനത്തിലെ ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ബാറ്റിംഗിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ബൌളിംഗ് വിഭാഗത്തിലാണ്. യുവ പേസർമാർക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയവർക്കും വലിയ പ്രാധാന്യമാണ് ഈ സ്ക്വാഡിൽ നൽകിയിരിക്കുന്നത്. ഹർഷ് ദുബെ, യഷ് ഠാക്കൂർ, അശോക് ശർമ്മ, മായങ്ക് യാദവ് എന്നിവരാണ് പുതുതായി ടീമിലേക്ക് എത്തിയ പ്രധാന ബൌളർമാർ. IPLലും ആഭ്യന്തര മത്സരങ്ങളിലും മികച്ച വേഗതയും വിക്കറ്റ് വീഴ്ത്താനുള്ള കഴിവും തെളിയിച്ചിട്ടുള്ളവരാണ് ഇവർ. കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച പ്രിൻസ് യാദവും സൂര്യാൻ ഷഡ്ഗെയും ടീമിൽ തങ്ങളുടെ സ്ഥാനങ്ങൾ നിലനിർത്താൻ വിജയിച്ചിട്ടുണ്ട്. പരിക്കിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായി മുക്തരായിട്ടില്ലാത്ത ഹാർദിക് പാണ്ഡ്യയും നിതീഷ് കുമാർ റെഡ്ഡിയും ഈ സ്ക്വാഡിന്റെ ഭാഗമല്ല. കൂടാതെ ഇന്ത്യയുടെ മുൻനിര പേസറായ ജസ്പ്രീത് ബുംറയ്ക്ക് വീണ്ടും വിശ്രമം അനുവദിക്കാൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. ദീർഘകാല കരിയറും വലിയ ടൂർണമെന്റുകളും മുന്നിൽ കണ്ടാണ് ബുംറയ്ക്ക് തുടർച്ചയായി വിശ്രമം നൽകുന്നത്. സഞ്ജു സാംസണെ കൂടാതെ UK പര്യടനത്തിന്റെ ഭാഗമായിരുന്നിട്ടും ഈ സിംബാബ്വെ സ്ക്വാഡിൽ നിന്ന് പുറത്തായ പ്രമുഖ കളിക്കാരുടെ നിര വലുതാണ്. വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ,
രവി ബിഷ്ണോയ് എന്നീ സ്പിന്നർമാർക്കും അർഷദീപ് സിംഗ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ എന്നീ ഫാസ്റ്റ് ബൗളർമാർക്കും പുതിയ ടീമിൽ ഇടം ലഭിച്ചിട്ടില്ല. ഈ കളിക്കാരിൽ ഭൂരിഭാഗം പേരും കഴിഞ്ഞ കുറച്ചുകാലമായി തുടർച്ചയായി ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സിംബാബ്വെ പോലെയുള്ള ഒരു പര്യടനത്തിൽ ഇവർക്ക് വിശ്രമം നൽകി പുതിയ ബൗളർമാരുടെ ക്ഷമത പരിശോധിക്കുക എന്ന തന്ത്രമായിരിക്കാം ഗൗതം ഗംഭീറും സെലക്ടർമാരും സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിലും സഞ്ജു സാംസണെ പോലെ ആവശ്യത്തിന് മത്സരങ്ങൾ കളിക്കാൻ അവസരം ലഭിക്കാത്ത ഒരു കളിക്കാരനെ കൂടി ഈ വിശ്രമത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ആരാധകർക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു T20 ലോകകപ്പിൽ ഭാരതത്തെ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായ ഒരു കളിക്കാരന് തൊട്ടടുത്ത പരമ്പരകളിൽ ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വരുന്നത് ക്രിക്കറ്റിൽ പതിവില്ലാത്തതാണ്. എന്നാൽ സഞ്ജു സാംസൺ തന്റെ കരിയറിലുടനീളം ഇത്തരം അസ്ഥിരമായ തീരുമാനങ്ങളെ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. ടീമിൽ ഉൾപ്പെടുകയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് പുതിയൊരു അനുഭവമല്ല. സിംബാബ്വെ പര്യടനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാനമല്ല. BCCI വലിയ മത്സരങ്ങൾക്കായി അദ്ദേഹത്തെ കരുതി വെക്കുന്നതാണോ അതോ യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നതാണോ എന്ന് വരും ദിവസങ്ങളിലെ തീരുമാനങ്ങളിൽ നിന്ന് മാത്രമേ വ്യക്തമാകൂ. നിലവിലെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കും കോച്ച് ഗൗതം ഗംഭീറിനും സഞ്ജുവിന്റെ കഴിവിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. സിംബാബ്വെ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം സഞ്ജു സാംസൺ ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ബെഞ്ചിലിരിക്കേണ്ടി വന്ന താരത്തിന് സിംബാബ്വെയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് കരുതിയവർക്ക് പ്രഭ്സിമ്രൻ സിംഗിന്റെ വരവ് അപ്രതീക്ഷിത തിരിച്ചടിയായി. ബൌളിംഗ് നിരയിൽ വരുത്തിയ വലിയ അഴിച്ചുപണികൾ പുതിയൊരു യുവനിരയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. സഞ്ജു സാംസൺ ഈ താൽക്കാലികമായ തിരിച്ചടിയിൽ നിന്ന് മാറി നിന്ന് ആഭ്യന്തര ക്രിക്കറ്റിലോ അടുത്ത വരാൻ പോകുന്ന അന്താരാഷ്ട്ര പരമ്പരകളിലോ മികച്ച പ്രകടനങ്ങളിലൂടെ ശക്തമായി തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അദ്ദേഹത്തിന്റെ പ്രതിഭയിൽ വിശ്വസിക്കുന്ന വലിയൊരു ആരാധക സമൂഹം എപ്പോഴും അദ്ദേഹത്തിന് പിന്തുണയായി ഒപ്പമുണ്ട്. സിംബാബ്വെ പര്യടനത്തിനുള്ള പുതിയ ടീമിനെ കുറിച്ചും സഞ്ജു സാംസണെ ഒഴിവാക്കിയതിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.